നമ്മുടെ ഈ കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന മനുഷ്യൻ്റെ പേര് നവോത്ഥാനം പറഞ്ഞാലും പുരോഗമനം പറയുമ്പോൾ ഭൂപരിഷ്കരണം പറയുമ്പോൾ തൊഴിലാളികളുടെ സംഘാടനം പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നുപോയ വഴികളിൽ നിലപാടുകൾ കൊണ്ടും പല സംഗതികൾ കൊണ്ടും ശ്രദ്ധേയമായി തീർന്ന ആളുകളിൽ ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AKGയെക്കുറിച്ച് പറയാറുണ്ട്. തൊഴിലാളി വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ AKGയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതൊരു വിദൂര ഭൂതകാലമാണെങ്കിൽ സമീപ ഭൂതകാലത്ത് ഏത് വന്നാലും അതിനുള്ളിൽ ഒരു ഉമ്മൻചാണ്ടി പൊന്തി വരാറുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഈ പറഞ്ഞ മെഡിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് പറയുമ്പോഴും MLAമാരുടെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോഴും ഭവന നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും മെട്രോയെക്കുറിച്ച് പറയുമ്പോഴും വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോഴും ദേശീയപാതയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം ഈ പേര് പരാമർശിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ 2-3 ദിവസമായി ബാബു MLA അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഉമ്മൻചാണ്ടി സാറാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന വീണ എന്ന് പറയുന്ന മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വരുമ്പോഴും ആർക്കും തർക്കമില്ലാതെ ക്യാമറ കണ്ണുകളിൽ ദൃശ്യമായ ആ അപകടത്തിൻ്റെ കാര്യം കേരളം ചർച്ച ചെയ്യുകയാണ്, ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയം പൊന്തി വന്നപ്പോൾ തന്നെ ചാനലുകളിൽ പലതും ആ ദൃശ്യവുമായി രംഗത്ത് വന്നു. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. ചില ഓർമ്മപ്പെടുത്തൽ, ഇപ്പോൾ LDFനൊപ്പമുള്ള അവരുടെ ദില്ലിയിലെ അംബാസഡറായ ശ്രീ KV തോമസ് ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ 2002 കോഴിക്കോട്ട് സംഭവിച്ചു എന്ന് കാണുക. കാലത്ത് 11:20 ഇന്റർസിറ്റി എക്സ്പ്രസിലെത്തിയ മന്ത്രിയെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കരിങ്കൊടിയുമായി 20ഓളം വരുന്ന വിദ്യാർത്ഥികൾ വളയുകയായിരുന്നു. മന്ത്രിയുടെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് കുപ്പിയെറിഞ്ഞെങ്കിലും പോലീസുകാർ തടഞ്ഞു. കരിയോയിൽ കുപ്പായത്തിൽ പുരണ്ട മന്ത്രിയെ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് കയറ്റി പോലീസ് പുറത്തേക്ക് കാവൽ നിന്നു. തുടർന്ന് പുറത്തു കുത്തിയിരുന്ന മുദ്രാവാക്യമൊക്കെ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിച്ചു. മന്ത്രി 1 മണിക്കൂറോളം സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ കുടുങ്ങി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് മന്ത്രി പുതിയ ഷർട്ട് വാങ്ങി അണിഞ്ഞ് സ്റ്റേഷൻ വിട്ടത്. SFI കേന്ദ്ര സമിതി അംഗം PM മാതിരിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി 2013 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവം, അത് ഒക്ടോബർ 27 കണ്ണൂരിലായിരുന്നു. ആ ദൃശ്യങ്ങളിൽ ന്യൂസ് അവറിന് മറ്റ് കമന്റുകളൊന്നുമില്ല. അന്ന് അതേക്കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുകൂടി കേൾക്കാം. തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ചെല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? ഇതായിരുന്നു അന്ന് പറഞ്ഞത്. അന്ന് ഉമ്മൻചാണ്ടി അത് രക്ഷാപ്രവർത്തനമാണെന്നും അല്ലെങ്കിൽ ആ ചെയ്തവരെ ആക്രമിക്കാനോ ഒന്നും മുതിർന്നില്ല എന്ന് മാത്രമല്ല, ആ എറിഞ്ഞ ആൾ തന്നെ നേരിട്ടെത്തിയപ്പോൾ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തത്. ആ കുഴിമാടത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ്. അദ്ദേഹം സത്യമായും നീതിമാനായിരുന്നു, ഒരു തർക്കവുമില്ല. ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ബിനാമി കഥകളും അതുപോലുള്ള സംഗതികളും ഒക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം നീതിപൂർവം എല്ലാവരുടെയും മുന്നിലൂടെ നടന്ന് അങ്ങോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഏതായാലും ആ വിഷയത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വീണ്ടും ഓർക്കപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്.
എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ഫേസ്ബുക്ക് ലൈവ് കുറേ നാളുകൾക്ക് ശേഷം. അത് പക്ഷേ നിങ്ങൾക്കറിയാം സാഹചര്യം എന്താണെന്നുള്ളത്. ഇന്നലെ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നാടകം, തീർച്ചയായിട്ടും നാടകം തന്നെ പറയേണ്ടി വരും. ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല മന്ത്രി ആക്രമിക്കുന്നത്. മന്ത്രിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. പോലീസുകാർ ചേർന്ന് ഈ കുട്ടികളെ തടഞ്ഞുകയാണ്. എന്നിട്ടും എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കൃത്യം 13 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒക്ടോബർ 27 എന്നുള്ള ദിവസമാണ്. അന്ന് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലേക്ക് ചെന്ന എന്റെ പിതാവിനെ പിതാവിന്റെ വണ്ടിയുടെ നേരെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും കല്ലെറിയുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച ആ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. ആ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് തൊലിക്കട്ടി ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. കല്ല് ചെന്ന് വീഴുന്ന ദൃശ്യമുണ്ട്, ഗ്ലാസ് തകരുന്ന ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് അത് കൊള്ളുന്നത് കാണുന്നുണ്ട്. നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. ഇല്ലേ? കേരളം മറക്കാത്ത കാഴ്ചയാണ്. ഒരു ഹർത്താലിന് പോലും, ഒരു സമരത്തിന് പോലും അദ്ദേഹം അന്ന് അനുവദിച്ചില്ല. ആദ്യം അദ്ദേഹം അന്വേഷിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ സുരക്ഷയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കോൺഗ്രസിന്റെ ഫ്ലെക്സുകൾ, പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ തകർക്കുക, എടുത്തു കളയുക എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ പക്ഷേ ഇത് നേരത്തെ തുടങ്ങിയായിരുന്നു. പ്രിയപ്പെട്ട വി ഡി സതീശൻ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഫ്ലെക്സ് എടുത്തു തുടങ്ങി. അപ്പൊ കാരണമൊന്നുമില്ല. ഇന്നലെ കാരണം കിട്ടിയോടെ സകല ഫ്ലെക്സും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് ഇടതുപക്ഷത്തിനുള്ള കാര്യം നമുക്കറിയാം. സോറി, എന്റെ ഫോൺ വന്നതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാ ഫ്ലെക്സും വീണ ജോർജിനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു കളഞ്ഞു. ഇന്നലെ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. ഇത് സ്ഥിരം ഒരു ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാനായിരിക്കും അടുത്ത ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ ഉള്ള മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിന് 2 അവാർഡുകൾക്ക് സ്കോപ്പ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 2 അവാർഡുകൾക്ക്, ഏതാ, നോബൽ പ്രൈസിന്റെ ചെമ്പും സ്വർണമാക്കുന്നതിന് വേണ്ടി കെമിസ്ട്രിയുടെ നോബൽ പ്രൈസും, അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന മെഡിസിനുള്ള നോബൽ പ്രൈസും. ഇനി ഓസ്കാറിനുള്ള ശ്രമമായിരിക്കും. കോമഡിക്ക് അവസരമുണ്ടെങ്കിൽ ഈ സർക്കാരിന് അത് കിട്ടുന്നതായിരിക്കും ഓസ്കാർ. ആ തരത്തിലുള്ള അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല. ജനം നിങ്ങളെ തൂത്തെറിയും. യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വാട്ടർലൂ ആയി തീരാൻ പോവുകയാണ്. എന്ത് നാടകം നടത്തിയാലും രക്ഷപ്പെടത്തില്ല. എല്ലാവർക്കും നമസ്കാരം. അതെ, എന്ത് കേരളത്തിൽ സംഭവിക്കുമ്പോഴും ഇനി കാലഘട്ടത്തെ ഉമ്മൻചാണ്ടിക്ക് മുൻപെന്നും ഉമ്മൻചാണ്ടിക്ക് ശേഷമെന്നും പറയേണ്ടി വരും. അത്രമേൽ ഉമ്മൻചാണ്ടിയുണ്ട് ഓരോ സംഭവത്തിലും, ഓരോ അക്രമത്തിലും, വേദനയിലും, വികസനത്തിലും എല്ലാം ആ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും കേരളം.